ഹലോ, ഹാപ്പി ഹോം മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുളിശ്ശേരിയാണ് ചെയ്തേക്കുന്നത്. നമ്മൾ ഇന്ന് പീച്ചിങ്ങ വെച്ചിട്ടാണ് പുളിശ്ശേരി ചെയ്തേക്കുന്നത്. ഇത് സദ്യക്കും അതുപോലെ സാധാരണ നമുക്ക് വീട്ടിലൂണിനും ഒക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണ്. അപ്പോൾ വേഗം തന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇന്ന് പീച്ചിങ്ങ വെച്ചിട്ടൊരു പുളിശ്ശേരി ഉണ്ടാക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം പീച്ചിങ്ങയും പരിപ്പൊക്കെ കൂടെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒഴിച്ചുകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പൊ അതിന്റെ ബാക്കി പീച്ചിങ്ങ വെച്ച് നമ്മൾ ഇന്നൊരു പുളിശ്ശേരി ഉണ്ടാക്കുകയാണ്. നമ്മൾ കുമ്പളങ്ങിയും വെള്ളരിക്കൊക്കെ വെച്ച് ചെയ്യുന്ന പോലെ തന്നെ അടിപൊളി ടേസ്റ്റിൽ നമുക്കിന്ന് പുളിശ്ശേരി ഉണ്ടാക്കാം. അപ്പൊ ആദ്യം തന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ കുമ്പളങ്ങിയൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ പീച്ചിങ്ങ നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ കറി വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പീച്ചിങ്ങ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കഷ്ണങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മെയിനായിട്ട് ഈ കറിയിലെ എരിവ് വരുന്നത് നമ്മുടെ കുരുമുളക് പൊടിയുടെയും അതുപോലെ പച്ചമുളകിൻ്റെയാണ് കേട്ടോ. അത്യാവശ്യം വലിയ നല്ല എരിവുള്ള പച്ചമുളക് തന്നെ ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മോരുകറിയല്ല അല്ലെങ്കിൽ പുളിശ്ശേരി അല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് പുളിക്ക് ബാലൻസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എരിവും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ ഈ ഒരു വലുപ്പത്തിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തു. ഇപ്പൊ ഇതിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഷ്ണങ്ങൾ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ കാണിക്കാം കേട്ടോ. നമ്മുടെ പീച്ചിങ്ങ നല്ലതുപോലെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, പുളിശ്ശേരിയിലേക്ക് മെയിനായിട്ട് വേണ്ടത് തേങ്ങയും അതുപോലെ നല്ല കട്ട തൈരുമാണ്. അപ്പം ഞാനിവിടെ അരമുറി തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നമ്മുടെ തേങ്ങ നമ്മൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുളിശ്ശേരിയിലേക്ക് വേണ്ട അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ നല്ല കട്ട തൈരാണ്. ഞാനിവിടെ 1 കപ്പ് നല്ല കട്ട തൈരാണ് എടുത്തേക്കുന്നത്. ഒരുപാട് പുളിയുള്ള തൈര് ഞാൻ ഉപയോഗിക്കാറില്ല. ഒട്ടും പുളിയില്ലാത്ത തൈര് ഉപയോഗിച്ചാലും നന്നായിരിക്കില്ല. അപ്പോൾ ഇത് നമുക്ക് തേങ്ങയുടെ അരപ്പൊഴിച്ചതിന് ശേഷം മിക്സിയിൽ ഒന്ന് ബീറ്റ് ചെയ്ത് നേരെ പീച്ചിങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി പീച്ചിങ്ങ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തോ നോക്കാം. പീച്ചിങ്ങ കഷ്ണങ്ങളൊക്കെ വെന്ത് നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല മഷി പോലെ അരച്ച തേങ്ങ നമ്മൾ ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് തിള വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരുന്ന തൈരുണ്ടല്ലോ, അതൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചെറുതായി തിളച്ച പീച്ചിങ്ങയിലേക്ക് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. തൈര് ചേർത്തതിന് ശേഷം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ചട്ടിയുടെ ചൂടിന് തന്നെ ഇതായിക്കോളും. അതുപോലെ കട്ടയായിട്ട് തരിതരി പോലെ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മിക്സിയിൽ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒഴിക്കാൻ വേണ്ടി പറയുന്നത്. തൈര് കൈവച്ച് നല്ലതുപോലെ സ്പൂൺ വെച്ച് കടഞ്ഞ് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ എരിവൊക്കെ ഉണ്ടോ നോക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഒരു ടേസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കേണ്ട കാര്യങ്ങളാണ്. എരിവിന് നമ്മൾ പച്ചമുളകും അതുപോലെ കുരുമുളകും ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ നോക്കിയിട്ട് വേണം അഡീഷണൽ ആയിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. നല്ലതുപോലെ ഒരു മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. കടുക് വറുത്തിടാനായിട്ട് നമ്മളൊരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഉലുവ ചേർത്ത് കൊടുത്തു. അതുപോലെ വറ്റൽമുളക് 4-5 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ മുളക് ഒന്ന് മുരിയട്ടെ. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വെളിച്ചെണ്ണയുടെ ആ ഒരു ഇതിൽ കിടന്നിട്ട് തന്നെ മുളക് മുരിഞ്ഞോളും. ഇനി നമുക്കിത്
നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. എപ്പോഴും പറയാറുള്ളത് പോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു കടുക് വറുത്തതിൻ്റെ ആ ഒരു ഫ്ലേവർ കറക്റ്റായിട്ട് കറിയിലേക്ക് കിട്ടുക. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പീച്ചിങ്ങ പുളിശ്ശേരിയുടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പീച്ചിങ്ങ പുളിശ്ശേരിയുടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.